ഹലോ ഗേഴ്സ്, നമസ്കാരം. ഏർലി മോർണിംഗ്, ഒരു സമയം 5:17 ആണിപ്പോൾ. ഞങ്ങൾ എന്താ ഈ ഔട്ട്ഫിറ്റിൽ വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞങ്ങളുടെ പ്ലാൻ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോവുമല്ലോ. നാളെ ഇവളുടെ ബർത്ത്ഡേ ആയതാണ്, ഇവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന മറ്റേ സൂര്യകാന്തി ചെടി മീൻസ് സൺഫ്ലവർ ഫീൽഡിലോട്ട് പോവുകയാണ് ഞങ്ങൾ. ഗുണ്ടൽപേട്ട് പറഞ്ഞ സ്ഥലത്ത്. ഇറ്റ്സ് എ സ്മോൾ റൈഡ്, അറൗണ്ട് ഒരു 170 കിലോമീറ്റേഴ്സ് ഉണ്ട് ഫ്രം ബാംഗ്ലൂർ. അപ്പോൾ ഞങ്ങളത് ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു സൈഡ് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവളുടെ കുറേ കാലത്തെ ആഗ്രഹമാണത്. സോ വി തോട്ട് വിൽ മേക്ക് ദാറ്റ് ഇസ് എ റൈഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിനുള്ള പ്ലാനാണ്. അതാണ് റൈഡിങ് കോസ്റ്റ്യൂംസിലൊക്കെ ബൈക്കിലാണ് പോകുന്നത്. മഴയൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. നല്ല രീതിയിൽ അഡ്വഞ്ചറസ് ആയിരിക്കും വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ് ഗൈസ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറുകയാണ്. ഇത് ഭയങ്കര എന്താ പറയുക, നാടൻ പ്രദേശത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു കട കാണുന്നത് അതേപോലത്തെ ഒരു കടയാണ്. സോ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് പോവുകയാണ് ഗൈസ്. ഇങ്ങനെയാണ് വന്നത്. നമ്മൾ വലിയ ചിന്താവസ്ഥയായിട്ട് ഇരിക്കുകയാണ്. നമ്മളെവിടെ എത്തിയപ്പോൾ എനിക്കും അറിയില്ല ശരിക്കും നമ്മളെവിടെ എത്തിയത്. ഇനി ഏകദേശം 89 കിലോമീറ്റർ ഉണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ. 81 കിലോമീറ്റർ, 1.5. സോ നമ്മളിപ്പോൾ സമയത്ത് 8:10 മണി, 10 കറക്റ്റ് അപ്രോക്സ് 10. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് കഴിച്ചത്. ഒരു പഴയ സെറ്റപ്പ് സ്ഥലം, നാട്ടിലുള്ള തട്ടുകടകൾ പോലത്തെ ഒരു കടയിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അമ്മ എന്താ ഓർഡർ ചെയ്ത്? അമ്മ എവിടെ പോയാലും മസാല ദോശയുടെ ആളാണ് ഗൈസ്. ഞാൻ ഒരു 2 ദോശ വന്നിരിക്കുന്നു ഗൈസ്. നല്ല ഫുഡ്, കണ്ടാ പറയുന്നത് നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നാട്ടിലുണ്ടാക്കുന്ന ഫീൽ ഉണ്ടോ? ഓക്കെ ശരി ഗൈസ്, എൻ്റെ സെറ്റ് ദോശ വരാൻ വേണ്ടി കാത്തിക്കട്ടെ. ഞാൻ വന്നിട്ട് കാണാം ഗൈസ്. എൻ്റെ ബ്യൂട്ടിഫുൾ സെറ്റ് ദോശ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളെവിടെ എത്തി? സൺഫ്ലവർ. നമ്മളെവിടെ എത്തി വെച്ചോ? സൺഫ്ലവറിലെത്തി, ഗുണ്ടൽപേട്ട് എത്തി ഗൈസ്. പക്ഷെ കഥ പറയാണ്ട് ഗൈസ് നിങ്ങളുടെ അടുത്ത് പോലെ. ലെറ്റ്സ് ഗോ. ഞാൻ തോന്നുന്നു നമുക്ക് ഇതാണ് സ്ഥലം. ഇത് കണ്ടോ, ഓറഞ്ച് പൂക്കളൊക്കെ കാണാം. ഇതാണ് സ്ഥലം. ഇതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ സൺഫ്ലവറൊക്കെ ഉള്ളത്. ഇവിടെ എന്താ പറയുക, ഒരു സ്മോൾ കച്ചവടങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്താ പറയുക, മാങ്ങ, പിന്നെ നമ്മുടെ എന്താ പറയുക, ഇത് കരിമ്പ് എല്ലാം കൂടിയിട്ട്. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് കാര്യം പറയാനുള്ളത്, നിങ്ങൾ തപ്പി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അന്വേഷിക്കും കേട്ടോ. നമുക്ക് ഒരു കൂട്ടുകാരനുള്ള കാരണമാണ് നമുക്ക് ഈ വഴി അറിഞ്ഞത്. നമ്മൾ ആദ്യം കയറി ചെന്ന സ്ഥലത്തെ കുറച്ച് ആൾക്കാർ പറഞ്ഞു സീസൺ കഴിഞ്ഞു, നിങ്ങൾ മിസ് ചെയ്തു. കാരണം അവരെ കരിഞ്ഞു പോയത് കാരണം എന്താ പറയുക, സീസൺ കഴിഞ്ഞു, നിങ്ങൾ മിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ തിരിച്ചു പോകാൻ പറഞ്ഞു നമ്മുടെ അടുത്ത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരനെ വിളിച്ചേക്കാം. കാരണം 2 ദിവസം മുമ്പ് വന്നിട്ട് പോയേ ഉള്ളൂ. അപ്പോൾ അവനെ വിളിച്ച് നോക്കിയപ്പോഴാണ് അവൻ പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇത് ഏതായിരുന്നു അമ്പലം പറഞ്ഞ്?
ഞാൻ പറയാം, ഡിസ്ക്രിപ്ഷനിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പറയാം. ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ റൂട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഞങ്ങളിത് കണ്ടത്. സീസൺ ഒന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇത് നല്ല രസത്തിൽ പൂത്ത് വെക്കുന്നുണ്ട്. ചുമ്മാ ആൾക്കാർ പറ്റിക്കാൻ നോക്കും. സോ നിങ്ങൾ ചോദിച്ചും കണ്ട് നേരെ സെർച്ച് ചെയ്തിട്ട് വരിക. അപ്പോൾ പോവല്ലേ? ഓക്കെ. സൂര്യകാന്തി തേടി വന്ന ഞങ്ങൾക്ക് കിട്ടിയത് ജമന്തി പൂവും കൊണ്ടുള്ള ഒരു വെൽക്കമാണ്. സൂര്യകാന്തി നമ്മൾ ആദ്യം കുറേ പേര് പറ്റിക്കാൻ നോക്കിയാലും നമ്മളിവിടെ കണ്ടു, സാധനം അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകും. ഇവിടെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും മഴ നനഞ്ഞ് നിൽക്കുക. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ, എങ്ങനെയുണ്ട്? ജങ്ക ചക ചക. ഇതുവരെയായിട്ട് ഇങ്ങനെ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും വൺസ് ഇൻ എ വൈൽ ഇത് ട്രൈ ചെയ്യൂ. എന്റെ ബാക്കിൽ എന്താണ് കാണിക്കൂ. ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ സൂര്യകാന്തിയെ കണ്ടു, പോയിരുന്നു, ജമന്തി പൂവിനെ കണ്ടു, മാരിഗോൾഡ് പൂവിനെ കണ്ടു. അത് ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ബെസ്റ്റ് പ്ലേസ് ടു സൈൻ ഓഫ് ഈ വ്ളോഗിന്ന് ഇവിടെ തന്നെയാണ്. സോ നന്ദൂസ് വ്ളോഗ് സൈനിങ് ഓഫ് ഫോർ ദ ഡേ സർ. എല്ലാവരും വന്ന് കാണുക ഈ സ്ഥലങ്ങളെല്ലാം, ടു എക്സ്പ്ലോർ. ദിസ് ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വിച്ച് യു വിൽ ഹാവ്. നല്ല മഴയുണ്ട്, റെയിൻകോട്ട് ഇസ് മസ്റ്റ്. ബൈ ഗൈസ്.